കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? അത് ഇവന്റെ വീട്ടിലെ ഈ വ്ളോഗറിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കും അവനവന്റെ വായിലൂടെ സംസാരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം വന്നിട്ടുണ്ടാവും കുറെ പോസ്റ്റ്. രേണുസുതി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ കൊടുത്തിരിക്കുന്ന തമ്പും കാര്യങ്ങളൊക്കെ കണ്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഇതെന്ത് ഇങ്ങനെയൊക്കെ കൊടുത്തത്? രേണുവും കിച്ചുവും തമ്മിലുള്ള ബന്ധം. ഓക്കെ, രേണുസുതി എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ, യൂട്യൂബർ പറഞ്ഞത് സത്യമോ? ഏത് യൂട്യൂബർ എന്ത് പറഞ്ഞു? ഞെട്ടിക്കുന്ന തുറന്ന പറച്ചിലുമായി രേണുസുതി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ മൂലയ്ക്ക് കാണുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഗർഭം ആക്കിയോ കിച്ചു രേണുവിനെ എന്തൊക്കെയോന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അതുലിൻ്റെ ഒരു തമ്പിലേയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എവിടെയെങ്കിലും വീഡിയോയ്ക്കകത്ത് വല്ലതും പറഞ്ഞു? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇമാതിരി കുഴഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ഇതിനകത്ത് ചോദ്യം ചോദിച്ചതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അവിടെ കാര്യം ഞാൻ തുറന്നു പറയാമല്ലോ. എന്തിന് ഇതുപോലുള്ള ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ? ഇപ്പം ആ ഒരു ഇൻ്റർവ്യൂ മൊത്തം ഇരുന്ന് കണ്ടപ്പം അവർ ഭയങ്കര കരച്ചിൽ, രേണുവിനെ കെട്ടിപ്പിടിക്കുന്നു, കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചാനലെല്ലാവരും ലൈക്ക് ചെയ്ത് ഹൈപ്പും കൂടെ കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബും കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രേണുവിനെ കെട്ടിപ്പിടിക്കുന്ന കരയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തി എടുത്ത് വന്നിട്ട് ഇമാതിരി ഒരു ചോദ്യം ചോദിച്ചെങ്കിൽ അവൾ ആ കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കെട്ടിപ്പിടിച്ചാൽ എന്തർത്ഥമാണ് ഉള്ളത്? ഞാനതാ ചോദിക്കുന്നത്, എന്തർത്ഥമാണ് ഉള്ളത്? അവരൊരു പേഷ്യൻ്റാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ 3ാമത്തെ കീമോ കഴിഞ്ഞു. ഇനി അടുത്ത കീമോ ഏതാണെന്ന് വെച്ചാൽ 21-ാം തീയതിയാണ്, 4ാമത്തെ. അത് കഴിഞ്ഞിട്ട് ഇനിയുണ്ട് അവർക്ക് 2 കൂടെ. ഇനി മൊത്തം 3 ഉണ്ട്. 21-ാം തീയതി 1 ഉണ്ട്. ഒരു കീമോ കഴിഞ്ഞതിന് ശേഷം ഒരു 10-12 ദിവസം അവർ പിന്നെ അനങ്ങത്തില്ല. അവരിങ്ങനെ കിടപ്പും വോമിറ്റിങ് അങ്ങനെ ഹോസ്പിറ്റലിൽ കാര്യങ്ങളും ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഇച്ചിരി സീരിയസ് ആവും. ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പം അവർക്ക് പോലും പേടിയായി പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, എന്നിട്ട് ഇമാതിരി വന്നത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. നമുക്ക് ഞാൻ ബാക്കിയും കൂടെ ഒന്ന് വെച്ച് തരാം, ചേച്ചി പറയുന്ന കേൾക്കാം. ആലോചിക്കണം, അതായത് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ്, എനിക്കറിയാൻ പാടില്ല ഇവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. അവന്റെ വീട്ടിലെ കാര്യമായിരിക്കും പറഞ്ഞത്. പറയാനാണ് ഇതിനകത്ത് എന്താ എനിക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? എന്റെ വളർത്തുമകനാണ് രാഹുൽദാസ് എന്ന കിച്ചു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനെക്കുറിച്ച് നമ്മളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണ്. ഓക്കെ, ഇനി ആരുടെയും പേഴ്സണൽ കാര്യങ്ങളൊന്നും സംസാരിക്കാനോ എന്നോട് എനിക്ക് വലിയ താല്പര്യമോ കാര്യങ്ങളൊന്നുമില്ല. അത് ആ രീതിയിൽ അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ച് പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു ക്ലിപ്പും കൂടെ ഞാൻ വെച്ചിട്ട് നമുക്ക് മെയിൻ വീഡിയോയിലോട്ട് തന്നെ പോവാം. സത്യം പറഞ്ഞാൽ ഈ ക്യാൻസർ എന്ന് പറയുന്ന ഈ രോഗത്തെക്കാൾ ഭയാനകമായിട്ടുള്ള ഭീകരതയായിരുന്നല്ലോ ഞാൻ നേരത്തെ അനുഭവിച്ചത്. ഇപ്പോഴും അതിനെന്തെങ്കിലും കുറവുണ്ട്. അപ്പം ഈ അന്ന് കുറ്റം പറഞ്ഞവർ തന്നെയാണ് ഇന്നും പറയുന്നത്. അന്ന് എന്നെ സ്നേഹിച്ചവർ ഇന്നും എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ പിന്നെ കുറ്റം പറയുന്നവരെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഞാൻ ആലോചിച്ചു, ദൈവമേ, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലൊരു മാറ്റം ഉണ്ടായിരുന്നു. നെവർ. അത് ഇതിലപ്പുറം കൂടുപാട്. ഈ സാധനം കള്ളത്തരം പറയുന്ന ആൾക്കാരാണ്. ഞാൻ ഒരാളായത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്റെ ഒരു ഒറ്റ മനക്കരുത് കൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ചിത്രയുടെ മുന്നിൽ ഞാൻ ഇപ്പൊ ഇത് സംസാരിക്കുന്നത്. വേറെ ആരും ഇങ്ങനെ സംസാരിക്കാറില്ല. എനിക്ക് തോന്നുന്നത് സംസാരിക്കും അവർ ഈ ഒരു ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ആ ഒരു ക്യാൻസറിന്റെ ഭീകരത, അതായത് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവർ ഉണർന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പല ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ സംസാരിക്കുന്നത്. അതിന് നമുക്കൊരു മനക്കരുത്ത് വേണം. അത് നേരത്തെ എന്റെ ലൈഫില് ഇപ്പൊ എനിക്ക് 34 വയസ്സ് കഴിഞ്ഞു. അതായത് സെപ്റ്റംബർ 7 ആകുമ്പോൾ 35 വയസ്സിലോട്ട് കടക്കും. അപ്പൊ ഇതിനകത്ത് ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ വളരെ ഇപ്പൊ ഈ ചിത്ര പറഞ്ഞ പോലെ ക്യാൻസർ വന്നിട്ടും എന്നെ വെറുതെ വിടുന്നില്ല. അപ്പൊ അതിനപ്പുറം ഞാൻ അനുഭവിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ വിഷയമല്ല. ക്യാൻസർ വന്നതിന് ശേഷം രേണുവിന് എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്കും ഒരുപാട് ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ രേണുവിന്റെ കോണ്ടന്റ് എടുക്കാതിരിക്കുക, ഇനിയെങ്കിലും നിങ്ങൾക്ക് ആ പാവത്തിനെ വെറുതെ കിട്ടുകൂടെ. എന്നെ പേഴ്സണലി കണ്ട് സംസാരിച്ച ആൾക്കാരുണ്ട്, എൻ്റെ അടുത്തുള്ളവരാണെങ്കിൽ പോലും. നീയൊക്കെ കൂടെ നിങ്ങളുടെ കൊച്ചിനെ ഇങ്ങനെ ആക്കി നിങ്ങളുടെ നാട്ടുകാർ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് അവർക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നതും നമ്മൾ അറിഞ്ഞ കാര്യങ്ങളും എല്ലാം ഒന്നും നമ്മൾ വിളിച്ച് പറയത്തൊന്നുമില്ല. നേരിട്ട് കാണുന്നവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അവർക്ക് ബോധ്യപ്പെടും. ഓക്കെ, ഇവിടെ പറ്റിപ്പോയ എന്താണെന്ന് വെച്ചാൽ ഇവർ ഫസ്റ്റ് കീമോ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. കിച്ചുവിൻ്റെ പേര് പറയുന്ന ഒരു വീഡിയോ. ആ ഒരു വീഡിയോ സത്യത്തിൽ ഇത് 3-4-5 ദിവസം മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. ഇവരുടെ കീമോ കഴിഞ്ഞ് വന്ന് ഇവർക്ക് വയ്യാതെ നിൽക്കുന്ന സമയത്താണ് ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. അതിനകത്ത് എൻ്റെ ഒരു മകൻ എന്നെ നോക്കുന്നില്ല, തിരിഞ്ഞ് നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നതാണ് അവർക്ക് നെഗറ്റീവായി ശരിക്കും. പിന്നീട് കഥ മാറുകയായിരുന്നു. സപ്പോർട്ട് കിട്ടിയ രേണുസുതിക്ക് പിന്നെ അങ്ങോട്ട് നെഗറ്റീവായിരുന്നു. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ബാക്കി തൊട്ട് കാണാം. നേരത്തെ എന്റെ ലൈഫില് ഇപ്പൊ എനിക്ക് 34 വയസ്സ് കഴിഞ്ഞു. അതായത് സെപ്റ്റംബർ ഇത് നമ്മൾ കുറച്ച് പോർഷൻ ഓടിച്ചു ബുദ്ധിമുട്ട് തോന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ. അതുപോലെ വ്ലോഗ് ചെയ്യുന്ന ഒരാളും കൂടെ ഉണ്ട്. ഇവരുടെയൊക്കെ അതായത് ലിറ്ററലി ചേച്ചിയുടെ കണ്ടന്റ് വെച്ചിട്ട് റീച്ച് ആകുകയും
ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞ് ആ ഒരു കണ്ടന്റ് റീച്ച് ആക്കിയിട്ട് എന്താണ് അവർക്ക് ഇതിനകത്തൂടെ കിട്ടുന്നതെന്ന് വെച്ചാൽ പൈസയാണ് കിട്ടുന്നത്. 68 ലക്ഷം രൂപയോളം ആ സ്ത്രീ ഉണ്ടാക്കിയെന്നാണ് ഞാൻ തെളിവ് സഹിതം പറഞ്ഞത് ഒരു കാര്യം. അതേത് സ്ത്രീ 68 ലക്ഷം രൂപ ഉണ്ടാക്കിയെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. താത്തക്ക് എത്ര കിട്ടി കാണുമോ? താത്തയുടെ കാര്യം എന്തോന്ന് പറയാൻ ചെയ്യുന്നത്? താത്തക്ക് എത്രയൊക്കെ കിട്ടി കാണും? 68 ലക്ഷം രൂപയോ? ആ ചിലപ്പോൾ കിട്ടി കാണുമായിരിക്കും. താത്തയുടെ വീഡിയോ കാണാനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നല്ലോ. 68 ലക്ഷം രൂപയൊക്കെ കിട്ടിക്കാണോ താത്തയ്ക്ക്? പോസിബിൾ ആവാൻ ചാൻസ് കുറവാണ്. 68 താത്തക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. നോ 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 നോ. ഞാൻ ഞെട്ടിപ്പോയി. എന്നെ വെച്ചിട്ട് 68 ലക്ഷം. പിന്നെ അവരെന്നെ വെറുതെ വിടുവോ? എനിക്ക് തോന്നില്ല. അത് പറയുന്നതിനൊരു മര്യാദയുണ്ട്. പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം കൊണ്ടുവന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യങ്ങളൊക്കെ ഞാൻ അതിലോട്ടൊന്നും വരുന്നില്ല. കാരണം അത് സംസാരിച്ച് പോവാണെങ്കിൽ ആൾക്കാർ വീണ്ടും വീണ്ടും നീ എന്തോന്നാടാ ഈ പറയുന്നേ? താത്തേന്ന് വെച്ചാൽ നമ്മുടെ അവരുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് സംസാരിച്ച് അല്ലെങ്കിൽ അവരെയും കുത്തി ഇവരെയും കുത്തിയൊക്കെ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ നിലയിലോട്ടാവും അവസാനം എല്ലാ കാര്യങ്ങളൊക്കെ. കാരണം ഒരു കാര്യം ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ സത്യം വിളിച്ച് പറഞ്ഞാൽ അവിടെ ഒരു വാല്യൂ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പഴയ വീഡിയോസിൻ്റെ ക്ലിപ്പൊക്കെ ആദ്യം കൊണ്ടുവെക്കും. ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞിട്ടുള്ള അങ്ങനെ എത്ര കേസ് കേട്ടുണ്ടെന്നറിയോ? റോബിൻ്റെ ഉൾപ്പെടെയാണെങ്കിൽ പോലും. വിട്. അതെല്ലാവർക്കും ആ സ്ത്രീ, എനിക്ക് ഒരു സ്ത്രീ എന്ന് പോലും ഞാൻ അവരെ പറയാൻ അവർക്ക് യോഗ്യതയില്ല. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വിധവ, അവർ വിധവയാണെന്നാണ് പറയാറുള്ളത്. ഒരു വിധവയ്ക്ക് ഒരു വിധവേനെ മനസ്സിലാവും അവരുടെ വിഷമവും വേദനയും. വിധവ പോട്ടെ, അത് കിട്ടും. ഒരു സ്ത്രീക്ക് വേണ്ട, ഒന്നും വേണ്ട, വിധവയും വേണ്ട, സ്ത്രീ വേണ്ട. മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം അത് അവരിലില്ല. അത് സത്യമാണോ? മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സംഭവം വ്യക്തിക്കില്ല. അത് അവരെ അടുത്തറിയുന്നവർക്ക് അത് നല്ല രീതിയിൽ അറിയാം. അടുത്തറിയുന്ന ആൾക്കാർക്ക്. കാരണം അവരോട്ട് ആര് സൗഹൃദം വെച്ചോ കൂടുതലും മിണ്ടിയോ അവസാനം അവരെല്ലാവരും അവരുടെ സ്വഭാവം മനസ്സിലാക്കി പോയിട്ടുള്ളതാണ്. ഉറപ്പാണത്. അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഡേഞ്ചറാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യനാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ ഈ ഇന്റർവ്യൂവിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് വന്നേക്കാം. അവൾക്ക് ഇപ്പോഴും അഹങ്കാരം കുറഞ്ഞിട്ടില്ല, അവൾ ക്യാൻസർ വന്നിട്ട് ഓർക്കാം. ഞാൻ പറയട്ടെ, അഹങ്കാരം കുറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ഉള്ളിലെ ഈ ഒരു എന്താ പറയാ ധൈര്യമാണ് ഞാൻ ഈ ക്യാൻസർ വന്നിട്ട് തിരിച്ചു നിൽക്കാൻ കാരണം. എനിക്കൊരു മോനുണ്ട്, ഒരു 7 വയസ്സ് ഇപ്പൊ ആകുന്നതേ ഉള്ളൂ. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്ക് തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. ഈ കരുത്തുണ്ടെങ്കിൽ ഞാൻ ഈ ട്രീറ്റ്മെന്റിന് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. അല്ലെ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഒരു വീഡിയോ കണ്ട, ഒരു കുട്ടി തലേന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് മരിച്ചത്. എന്നെ 2 ദിവസം ഉറങ്ങിയിട്ടില്ല ഞാൻ. ആ ഒരു സംഭവം സത്യമാണ്. സോഷ്യൽ മീഡിയയിൽ എന്റെ പൊന്നും അത് നമ്മളെ ശരിക്കും കരയിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ആ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷവും പിറ്റേ ദിവസം ആ കൊച്ചു പോയപ്പോഴേ അത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. പക്ഷെ എന്താ പറയണ്ട, അവിടെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുമായിരിക്കും. അവിടെ ലൈഫിൽ മുമ്പത്തെ ദിവസം ഒരുപാട് സന്തോഷം അവൾക്ക് കിട്ടിയായിരുന്നു. ഒരുപാട് സന്തോഷം എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. കെട്ടിപ്പിടിക്കുകയും അവൾ തന്നെ ഒരു ഷോക്കായിരുന്നു ആ ഒരു കേക്ക് മുറിയും കാണിച്ചപ്പോൾ ആ ഒരു സന്തോഷം. എന്താ പറയുക, ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പം നിങ്ങൾ കാണുന്നൊരു ഡാനി അല്ലാതായി പോകും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വിട്ട് കളിക്കുന്നില്ല. അത് കണ്ടിട്ട് ക്യാൻസർ പേഷ്യന്റ് ആണ്. 10-22 വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക്. ബർത്ത്ഡേ ആഘോഷിപ്പിച്ചെന്ന് മരിച്ചു. അപ്പൊ ഞാൻ എന്നെ ചിന്തിപ്പിച്ച് ട്രീറ്റ്മെന്റ് നമ്മുടെ ആയുസ് ദൈവത്തിന്റെ കയ്യിലാണ്. നമുക്കറിയില്ല. നമുക്ക് ഇപ്പൊ ക്യാൻസർ വരണ്ട, ഇപ്പം വേണം ഞാൻ അങ്ങോട്ട് നടന്നു പോകുക, ഒരു വണ്ടി അടിച്ചാൽ ഞാൻ മരിക്കാമെന്നേ ഉള്ളൂ. അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഒരു ട്രീറ്റ്മെന്റിന് നമുക്ക് മനോധൈര്യമാണ് ഏറ്റവും. നമ്മുടെ മരുന്ന് നമ്മുടെ ശരീരത്തിൽ പിടിക്കണേ മനോധൈര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ഈ ബ്ലോഗേഴ്സ് ഇവരുടെ റീച്ചിന് വേണ്ടിയിട്ടും ഇവരുടെ ഇത് ചെയ്തോട്ടെ, അവര് ചെയ്തോട്ടെ, എന്നെ വെച്ചിട്ട് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവരുപയോഗിക്കുന്ന വാക്കുകൾ മനുഷ്യത്വ രഹിതമായിട്ടുള്ള വാക്കുകളായിരുന്നു ഉപയോഗിക്കുന്നത്. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ മനുഷ്യത്വരഹിതമാണെന്ന് എനിക്കറിയാം. ചേച്ചിനടുത്ത് അത് ചോദിക്കുന്നതുകൊണ്ട് എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇത് ആളുകൾ അറിയണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഞാൻ ഈ ഒരു പോസ്റ്റർ, ഒരു തംബ്നെയിൽ കാണിക്കാം. ആ തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഇതാണ് ആ തംബ്നെയിൽ വരുന്നത്. ഓക്കെ, ഈ ഒരു തംബ്നെയിലിന്റെ കാര്യമാണ് പുള്ളിക്കാരി പറയാൻ പോകുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ഈ ഒരു വീഡിയോ എടുത്ത് മുട്ടം കരച്ചിലും സീനും ഒക്കെ ആയിരുന്നു. അവിടെ ഒരു പേഷ്യന്റ് ആണ്, അതിനോട് റെസ്പെക്റ്റോടെ നീ മനസ്സിലായി. എനിക്ക് എന്താ പറയാ, ആ ഒരു വ്യക്തിയുടെ മുന്നിൽ ചെന്നിട്ട് ഇമ്മാതിരി ചോദിക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ആരാ മോളെന്നുള്ള രീതിയിലാണ്. ഓക്കെ, എന്നിട്ട് മോശമായി പോയത്. വരുന്നത് ചേച്ചിയുടെ പടവും വെച്ചിട്ടുണ്ട്, കിച്ചുവിന്റെ പടവും വെച്ചിട്ടുണ്ട്, പിന്നെ ആ വ്ളോഗറിന്റെ പടവും വെച്ചിട്ടുണ്ട്. എന്തോ ഒരു റൈറ്റപ്പ് അത് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് ആ വ്ളോഗറിന്റെ പേര് പറയാൻ ഇതുകൂടെ? നിങ്ങൾക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ആ വ്ളോഗറിന്റെ പേര് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? എന്തുകൊണ്ട് പറഞ്ഞില്ല? ഫോട്ടോ എല്ലാം പറ്റും, പേരും കൂടെ പറഞ്ഞാൽ അവനെ റീച്ച് കിട്ടുമെന്ന് കരുതിയിട്ടാണോ? വിവരക്കേടുകളാണ് ഇവരൊക്കെ വന്ന് കാണിക്കുന്നത്, വിവരക്കേടുകൾ. ഇത് അവരുടെ ആ ഒരു ചോദ്യം ചോദിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അതൊക്കെ മോശം. അത് കണ്ടന്റ് ഇതാണ്. ഗർഭമാക്കിയോ? കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ? സത്യം ഇത്. കിച്ചു രേണുവിനോട് മോശമായി പെരുമാറിയോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഈ സത്യം നിങ്ങൾ അറിയണം. പിന്നെ രേണുവിന്റെ ഗർഭം, പിന്നെ ഒരു മോർ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നി ഗർഭക്കഥ എനിക്ക് ഞാൻ ബിഗ് ബോസിൽ ആയിരുന്നപ്പം ഇറങ്ങിയ സംഭവമാണ്. ഞാൻ ഇറങ്ങിയ ഉടനെ മുൻ ബിഗ് ബോസ് താരോ എന്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല അവരെയൊക്കെ. ഞാൻ ഫ്രണ്ട് എന്ന് കരുതിയ ഒരാൾ എന്നെ പറ്റി ഇറക്കിയ ഒരു സംഭവമാണ്. ഞാൻ സുധിച്ചേട്ടന്റെ മരണത്തിൽ
അഹാന്റെ കാര്യമാണ് ഇവർ പറയുന്നത്. അഹാനാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ പുറത്ത് വിടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തതാണ്. ചോണയാണെങ്കിൽ ഹനാൻ പറഞ്ഞ് നീ കേക്ക് എറിയണമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചതാണ്. പിന്നെ ക്യാൻസർ ആയതിനു ശേഷം ഞാൻ ആ ഒരു വിഷയത്തിലോട്ടോ കൂടുതലൊന്നും സംസാരിക്കാനൊന്നും പോയിട്ടൊന്നുമില്ലായിരുന്നു. ശേഷം ഞാൻ വീണ്ടും അത് കുത്തിപ്പൊക്കുക എന്ന് കരുതരുത്, ഞാനത് സംസാരിക്കട്ടെ. സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയി, അബോർഷനാക്കി എന്ന് പറയുന്നത് സംഭവത്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു ഈ വൃത്തികെട്ടായി ബ്ലോഗർ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. ഇതിനെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ്? ചോദിച്ചിരിക്കുന്നത് കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? അത് ഇവന്റെ വീട്ടിലെ ഈ ബ്ലോഗറിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കും അവന്റെ വായിലൂടെ സംസാരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അതിലേക്ക് വന്നിട്ടുണ്ടാവും കുറെ പോസിറ്റീവ് കമന്റ്സ്. ചേച്ചി അതും കൂടെ ആലോചിക്കണം. അതായത് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ്, എനിക്ക് അറിയാൻ പാടില്ല ഇവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. അവന്റെ വീട്ടിലെ കാര്യമായിരിക്കും അവൻ പറഞ്ഞത്. ഞാൻ എന്ത് പറയാനാണ് ഇതിനകത്ത് എന്താ എനിക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? എന്റെ വളർത്തുമകനാണ് രാഹുൽ ദാസ് എന്ന കിച്ചു, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു 5 മാസം മുന്നേ വരെ ആ ഒരു ബന്ധം നല്ല ദൃഢമായിട്ട് പോയിക്കൊണ്ടിരുന്ന ബന്ധം. എന്തുവാകട്ടെ, ചിലപ്പം അതിനകത്ത് അസ്വാരസ്യങ്ങൾ കാണുമായിരിക്കും. ഇതെല്ലാം മറന്നുകൊണ്ടും എല്ലാം ക്ഷമിച്ചുകൊണ്ടും തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അന്നും ഈ 5 മാസം മുന്നേ ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വളർത്തുമകൻ തന്നെയാണ്. അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. പക്ഷെ അതിനകത്ത് പല കർത്തകകളും ചേർന്നു. അങ്ങനെ തന്നെ പറയാം. ഈ ബ്ലോഗർ, ഈ സ്ത്രീ അവരുടെ വീട്ടിൽ പോയി, എന്റെ ഭർത്താവിന്റെ വീട്ടിൽ പോവുകയും എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്കും എന്റെ ഈ വളർത്തുമകനും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു സ്ത്രീ എന്നെ ഈ അപമാനിക്കുന്നതും എന്നെ ദ്രോഹിക്കുന്നതും. ഇതെല്ലാം എന്റെ വളർത്തുമകനും എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്കും അറിയാവുന്ന കാര്യം. ഇന്ന് വരെ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ ഒരു നെഗറ്റീവും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കിന്ന് പറയണം. ഇനി ഇതിന്റെ പേരിൽ ഇനി വിവാദം ഉണ്ടായാലും, ഇതിന്റെ അടിയിൽ വന്ന് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് എന്നെ മൂടിയാലും, എന്നെ ശപിച്ചാലും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് നല്ല ആളുകൾ എന്റെ വീട്ടുകാരും എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ താഴെ വീഴത്തില്ല. എനിക്ക് പറയണം, ഈ സ്ത്രീ അന്ന് ഈ വീട്ടിൽ വന്നപ്പം, അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്നപ്പം ഇവരെന്തുകൊണ്ടാണ് അവരെ സൽക്കരിച്ച് അതിനകത്ത് കയറ്റി? എന്നിട്ട് വലിയ വായിൽ പോസ്റ്റ് ഇട്ടല്ലോ, കുരു കൊട്ടുന്നവർക്ക് കൊട്ടട്ടെ എന്ന്. കുരു കൊട്ടാനാ? എനിക്ക് എന്ത് കുരു കൊട്ടാനാ? 11 വയസ്സില് തള്ള പോലും, സ്വന്തം പെറ്റതള്ള അന്ന് ഉണ്ടായിരുന്നു. പിന്നെയാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയും രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെയും കൂടെ ഞാൻ നോക്കിയതാണോ തെറ്റ്? അയാളെ സ്നേഹിച്ച് ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഫോട്ടോ, ഇദ്ദേഹത്തെ സ്നേഹിച്ച് ആ കുഞ്ഞിനെ ഞാൻ ബോഡിക്ക് നിർത്തിയോ? ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല 11 വയസ്സുള്ള കുട്ടീനെ. ആ 11 വയസ്സ് തൊട്ട് ഈ 17, ഈ 18 സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞും 1 വർഷം എന്റെ കൂടെ തന്നെയായിരുന്നു. ഞാനൊരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ മറന്ന് ക്ഷമിച്ച് ഞാൻ മുന്നോട്ട് പോയതാണ്. എനിക്ക് അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇത്രയൊക്കെ അറിയാം. എന്നെ പലപ്പോഴും ദ്രോഹിച്ച് ഈ സ്ത്രീയെ വീട്ടിൽ കയറ്റി ഇരുത്തണമെങ്കിൽ ഇവരെന്തുകൊണ്ട് എന്നെ അപ്പൊ എന്താണ് ഇവർ മനസ്സിലാക്കി? ഇവരൊന്ന് ചിന്തിക്കണം. എന്റെ ഭർത്താവിന്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണം. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. എന്റെ ഭർത്താവിന്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണമായിരുന്നു. എന്റെ മകന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സുധിയുടെ ഭാര്യയാണ് അവൾ. ഒന്നും വേണ്ട, അവന്റെ കുഞ്ഞിന്റെ ഒരു അമ്മയും കൂടാണ്. ആ രാഹുൽദാസ് മാത്രമല്ല സുധിക്ക് മകൻ, മൃദുൽദാസും ഉണ്ട്. ചിന്തിക്കണമായിരുന്നു. ഒന്നും ആട്ടെ, അവര് കയറി വന്നെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞു വിടണമായിരുന്നു അവരെ. നിങ്ങൾ എന്റെ മരുമകളെ പറ്റി ആവശ്യമില്ലാത്ത പറയുന്നതാണ്, അല്ലെങ്കിൽ ഈ ഡേഡിനെ പറ്റി നിങ്ങൾ എന്തിനാ വെറുതെ കുടുംബം കലക്കുന്നത്? അന്ന് അവന്റെ ലൈഫ് സ്റ്റോറി ഒന്ന് തുറന്നു പറഞ്ഞു. കുറച്ച് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കിച്ചു വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ താത്തയ്ക്ക് കിച്ചുമോനോടൊരു സ്നേഹം. അതിന് മുമ്പത്തെ ദിവസം വരെ അവനെ പച്ചയ്ക്കും തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് തള്ള നേരെ അവിടെ പോയി സിമ്പതി കാണിക്കാൻ തുടങ്ങി. കാരണം ഓഡിയൻസ് മൊത്തം അവന് സപ്പോർട്ടായപ്പോൾ അങ്ങ് പോയതാണ്. പിന്നെ അവന് നീതി ഉണ്ടാക്കാൻ വേണ്ടി നടന്നു. അയ്യോ, രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും താത്തയ്ക്ക് അറിയാം, താത്തയ്ക്കും അറിയാം, കൂടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അവനെ ആ ഒരു വിഷയത്തിലും പല വിഷയത്തിലും അവനെ വെളുപ്പിക്കാൻ നോക്കി. അതെനിക്ക് ചിരി വന്നത് സത്യം പറഞ്ഞാൽ. പിന്നെ എൻ്റെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ തെറ്റ് ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെല്ലാവർക്കും തുല്യത തന്നെയാണ് ഉള്ള കാര്യം പറയാലോ. കാരണം അതുപോലത്തെ ഒരു തോന്നിവാസം കാണിച്ചുകൊണ്ടായിരുന്നു ഞാൻ പിന്നെ അങ്ങനെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത്. പിന്നെന്താ, അവനിപ്പം തിരുത്താനൊരു അവസരം ചോദിച്ച് നടക്കുമ്പോൾ നമ്മളെന്തോ പറയാനാ? നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം ആ ഒരു വിഷയം അറിഞ്ഞു വെച്ച് നോക്കുമ്പം ഞാനിപ്പോൾ ഇവിടെ റിവ്യൂ ആണ് ചെയ്യുന്ന ഒരുത്തനാണ്. സത്യം അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും സത്യങ്ങളെ കൂടുതലും വിളിച്ച് പറയാറുണ്ട്. ഈ ഒരു കാലത്ത് നിങ്ങൾ ചിന്തിക്കുക, എല്ലാവരും യൂട്യൂബിൽ നിൽക്കുന്നത് ഏണിങ്സും അതും ഇതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ വന്ന് പറയുന്ന കാര്യങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും. ഞാനങ്ങനെ പറയുന്നത്. ആ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിച്ചുവിനെ പിണക്കി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാണാൻ എൻ്റെ ആരാധകരെന്നെ കാണൂല്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാനത് പറയുമായിരുന്നു. കാരണം എനിക്ക് വ്യൂ കുറവാണ്. 2000, 3000, 1500 ഉള്ള രേണുവിൻ്റെ വിഷയത്തിൽ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളുള്ളവർക്കൊക്കെ നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാനത് സത്യമായിട്ട് എനിക്ക് എന്താ പറയുക, ഞാനത് പറയാൻ ശ്രമിക്കുമ്പോഴും ആൾക്കാർ കാണാൻ കൂട്ടാക്കാതെ എന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് പോയായിരുന്നു. എനിക്ക് വേണമെങ്കിൽ അവനെ പൊക്കി അടിച്ചാൽ എനിക്ക് നല്ല വ്യൂസും നല്ല ഏണിങ്സും ഒക്കെ കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്കത് ശരിയായിട്ട് തോന്നിയില്ലായിരുന്നു.
പിന്നെ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവരുടെ കൂട്ടത്തിൽ, ഇവരുടെ ന്യായം 3-4 കാര്യങ്ങൾ. ആ ഒരു കാര്യത്തിൽ ഞാൻ ഇവരുടെ കൂടെ തന്നെ നിൽക്കും. 3-4 കാര്യങ്ങൾ ബാക്കിയൊക്കെ നമ്മൾ എന്തൊക്കെ കൊണ്ടുവന്നോ അതെല്ലാം അച്ചട്ടാണ്, കറക്റ്റാണ്, എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. ഈ ഒരു 3-4 കാര്യത്തിൽ മാത്രം ഇവരുടെ കൂടെ നിൽക്കുന്ന അവരുടെ കൂട്ടത്തിൽ ന്യായം കൊണ്ടുകൊണ്ട് മാത്രമാണ്. ഞാനിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറയണമല്ലോ. അമ്മാതിരി മറ്റേ പരിപാടി കാണിച്ച ടീംസൊക്കെയാണ് അവർ. അപ്പോൾ അവരെനിക്ക് ബൂസ്റ്റ് ചെയ്യാൻ, അവരെന്നല്ല അവൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റൂല, അത് അങ്ങനെയാണ്. പിന്നെ എന്താ പറയുക, പിന്നെയും എന്നെ കുറേ ആൾക്കാരൊക്കെ പേഴ്സണലി വിളിച്ചിട്ട് നീ അത് വിട്ടേക്കുക, അവനെ ഒന്നും പറയണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ ചുമ്മാ ഒന്നും അഭിപ്രായം പറഞ്ഞേക്ക് പോയാൽ മതി എന്ന് മാത്രം ഒന്ന് പറയും. എന്നാൽ ശരി, ആയിക്കോട്ടെ, അത്രേ ഉള്ളൂ. ആ പയ്യൻ ഒരു തുണിക്കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, നല്ല രീതിയിൽ ജീവിക്കട്ടെ. പക്ഷെ എല്ലാവർക്കും സത്യം അറിയാം, നീതിക്കും അതിനും വേണ്ടിയൊക്കെ പോരാടുന്ന കുറേ ആൾക്കാർ അവരും എന്താ പറയണ്ടേ, അനീതിയാണ് കാണിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് എനിക്ക്, അത്രേ ഉള്ളൂ. ആ അമ്മയും മകനും ഇപ്പം മര്യാദയ്ക്ക് പോവല്ലേ ബന്ധം? അന്ന് തൊട്ടാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്? എന്നെ വേണ്ടാത്തരെ എനിക്ക് വേണ്ട. ഞാൻ എന്തായാലും എന്റെ ഇളയ മകനോട് ഞാൻ പറയുന്നില്ല, നീ അവരെ വേണ്ട ഇവിടെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇതുവരെയായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അവനവന്റെ ഇഷ്ടം, അവന്റെ അപ്പന്റെ വീട്ടുകാരെ അവന് വേണമെങ്കിൽ, അല്ലെങ്കിൽ അവര് ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, ഇപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ തന്നെയല്ലേ കുഞ്ഞിനെ നോക്കുന്നത്. ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചെങ്കിൽ ഞാൻ നല്ല കുറെ പാവം കമന്റ്സ് വരും, അയ്യോ അവള് പാവമായി. പാവം കൊണ്ടിട്ട് എനിക്ക് ആരും മേടിക്കാൻ പറ്റൂ? എനിക്ക് ആരും കൊണ്ട് തരുന്നുണ്ടോ? തരാന്ന് പറഞ്ഞു ഒരുപാട് പേര്. ക്യാൻസർ ആയപ്പോ എന്റെ ഇണുവിനെ സഹായിക്കും. ഞാൻ തന്നേനോ തരാത്തേനോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി, എനിക്ക് ആരും ഒന്നും വേണ്ട, ആരോടും ഞാൻ ചോദിക്കുന്നുമില്ല. എന്നിട്ട് നാളെ പറയാ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന എന്റെ പൈസ കൊണ്ട് അവള് ക്യാൻസർ വന്നു. ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും തെറി കേട്ടിട്ട് ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കിയോണ്ട് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, അതും കള്ളത്തരമാന്ന് പറയും. അപ്പൊ ഈ സ്ത്രീ അന്ന് ആ വീട്ടിൽ വന്ന് കയറിയോണ്ടല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇവർക്ക് ഇത്രയും അറിയത്തില്ലായിരുന്നു ആ സ്ത്രീ ഇന്ന പോലാണ്. ആരും വിവരമില്ലാത്ത ആൾക്കാരൊന്നും അല്ലായിരുന്നു അവിടെ. ഈ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്തിനാണ് ഇത്ര വ്യഗ്രത ഇടപെടാൻ? എനിക്കറിയില്ല. കുരു പൊട്ടുന്നവര് പൊട്ടട്ടെ, ഇവരുടെ പോസ്റ്റാ. അതിന്റെ തലേന്നും കൂടെ എന്റെ വളർത്തുമകന് ഞാൻ പൈസ കൊടുത്തിട്ടിരിക്കുക. 500-200 രൂപ അല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്. 500 ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ ഞാൻ പിന്നീടാണ് അറിയുന്നത്. ഈ പല വ്ളോഗേഴ്സിനെയും അല്ല, ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ദാസിന് എന്തും പറയാം, അതും കുഞ്ഞ് അവരെന്തും പറയാം. രേണു സുധിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ രേണു സുധിയുടെ വീട്ടുകാരെ രേണു സുധി നികൃഷ്ട ജീവികൾ, വൃത്തികെട്ട ആൾക്കാര്, അങ്ങനെയാ. രേണു സുധിക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അന്നേരം പാവം കുഞ്ഞ്. ഇതിന്റെ ഇടയിൽ വരുന്ന കമന്റ്സ് കണ്ടോണം. ഇപ്പോഴേ ഞാൻ പറയാം എന്തൊക്കെയാ വരുന്നതെന്ന്. അവൾ അവനെ ഇട്ടുകൊടുത്തതല്ല, പല കാര്യങ്ങളും ഞാൻ മൗനം പാലിച്ചിരുന്നു. ഇനി അങ്ങനെ മൗനം പാലിക്കുന്നില്ല. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ക്യാൻസർ വന്നിട്ട് എന്നെ തെറി പറയുന്നവർ തന്നെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ചിത്ര എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ആരും ഒന്നും കൊണ്ട് തരുന്നില്ല. എത്രയോ പേര് എനിക്ക് കൊണ്ട് തരയും. ഞാനിതൊക്കെ പിന്നീട് സംസാരിക്കാം. പറഞ്ഞു ഞാൻ ഇമോഷണൽ ആവില്ല. അറിയോ? ഋതുപ്പന് 6 വയസ്സേ ഉള്ളൂ. അവൻ എന്തറിയാനാ? നല്ല ചോദ്യം. ഋതുപ്പന് അറിയാവോ? ഇവളൊക്കെ ആരാണോ വീട്ടിൽ പിടിച്ച് കെട്ടുന്നത് ആലോചിക്കുന്നത്? കൊള്ളാം. അവനൊന്നും അറിയത്തില്ല. പല കാര്യങ്ങളും ഞാൻ ആലോചിച്ചു, ദൈവം ഇന്നലെയും കൂടി ഞാൻ ഈ കുഞ്ഞിനെ വിളിച്ച്, അല്ലെങ്കിൽ ഇവന് ഞാൻ സഹായമല്ല, എന്റെ കടമ ഞാൻ ചെയ്തതല്ല. എന്നിട്ട് ഇവൻ എന്താ ഇങ്ങനെ ഇത്രയും അറിയത്തില്ലേ ഈ സ്ത്രീയായിട്ട്? ഈ സ്ത്രീ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതാണ്. ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തല്ലോ. ദൈവം എനിക്ക് എന്തുമാത്രം വിഷമം. ഞാൻ അത് ആരെയും കാണിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ. ആരോട് പറഞ്ഞില്ല എനിക്ക് വിഷമം ഉണ്ടെന്ന്. ഞാൻ ചുമ്മാ അഭിനയിച്ച് കാണിച്ചു, റീൽ ചെയ്ത് സന്തോഷം. പക്ഷെ ഞാൻ 11 വയസ്സ് തൊട്ട് ഞാൻ നോക്കിയതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പൊക്കി പിടിക്കുന്നവരുണ്ടല്ലോ, ഈ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എന്താണെന്ന അമ്മ ഞാൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ ഇവൻ എന്താണ് അവിടെ പോയി നിൽക്കായിരുന്നത്? ഇന്ന് 22 വയസ്സുള്ള യുവാവാണ് അവൻ. ഇന്ന് പൈസയുണ്ട് ആവശ്യത്തിന്. അന്നൊന്നും ഇല്ലായിരുന്നപ്പോൾ ഞാനുണ്ടായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അന്ന്. എന്താണ് മനസ്സിലായി? എനിക്ക് വിഷമമുണ്ട്, ദണ്ണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഞാൻ പറയത്തില്ലായിരുന്നു ഇന്ന് വരെ. എന്റെ നാക്ക് ഒരു നെഗറ്റീവ് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ പറ്റിയോ എന്റെ വളർത്തുമകനെ പറ്റിയോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ട വന്നു. അത്ര ഞാൻ അനുഭവിച്ചു. ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് പോലും ഒരു നോക്ക് എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരുടെ വിഷമം, 6 വിഷമം തീർക്കട്ടെ എന്ന്. 6 വിഷമം രാഹുൽ വിളിച്ചു, ഇന്ന് വരെ വിളിച്ചു. ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടേക്കുക. എന്തിനാണ് ഇനി ഇതിന്റെ കമന്റ് വരട്ടെ? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അതിന്റെ പേര് എന്നെ തൂക്കിക്കൊല്ലുവാണെങ്കിൽ കൊല്ലട്ടെ കോടതി. തൂക്കിക്കൊല്ലട്ടെ. ഇങ്ങനെ ഒരു ജീവിതത്തിനെക്കാളും നല്ലത് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിക്കാനായിട്ടുള്ള എന്തിനാ മോളെ തുറന്ന് സംസാരിക്കും? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളും അറിയാന്നല്ലേ. കുഞ്ഞു കൊച്ചൊന്നും അല്ലായിരുന്നല്ലോ ഒരു 17-18 വയസ്സിലൊക്കെ. ഞാൻ അനുഭവിച്ചതും അവന്റെ അച്ഛനും അമ്മയും ആയിട്ടുള്ള ഞാൻ അനുഭവിക്കുന്നതും കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്ന് അന്ന് ഒരു പട്ടിണി കിട്ടത്തില്ല ഇവനെ. ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, സുധി ഞാനും പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷെ ഈ കുഞ്ഞിനെ ഞങ്ങൾ പട്ടിണി കിട്ടിട്ടില്ല പിള്ളേരെ. അതൊക്കെ എന്തുകൊണ്ട് മറക്കുന്നു? എനിക്കെതിരെ അതിട്ട് കുറെ ബ്ലോഗർമാർക്ക് ഓരോ ഇൻഫർമേഷൻ കൊടുക്കും. ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. അതിൽ കൂടെ എന്തെങ്കിലും പൈസ കിട്ടും. ശ്രുതിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന പൈസ മൊത്തം കള്ളു കുടിച്ച് തോന്നി പോലെ നടന്നൊരു വ്യക്തി. എന്തിന്? ഈ ഹോട്ടലിലുണ്ടല്ലോ പാസ്പോർട്ട് പോലും പണയം വെച്ചിട്ടുണ്ട് ശ്രുതി, പൈസ ഇല്ലാഞ്ഞിട്ട്. ആലോചിച്ച് നോക്കി. ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പട്ടിണി നടന്നിട്ടുണ്ട് ഇവർ. അപ്പോൾ നമ്മളൊരു കല്യാണമൊക്കെ കഴിക്കുവാണെങ്കിൽ ഒറ്റയ്ക്ക് മാത്രമേ ഈ പണിക്ക് പോകാറുള്ളൂ. പിന്നെ വ്ളോഗേഴ്സിനൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ.
നമ്മളൊക്കെ ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതല്ലേ, അത്യാവശ്യം ഈ സർക്കിളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഓക്കെ, ഇൻഫർമേഷൻ കൊടുത്ത് അവൻ്റെ കാര്യങ്ങൾ ഓരോ വ്യക്തികളെ വിളിച്ചിട്ട് പറയും. ഞാനൊരു കാര്യം പറയാം, ഇവൻ്റെ കാര്യം എന്തെങ്കിലും വള്ളി വരുവാണെങ്കിൽ മാത്രമേ ഇവരോട് കോൺടാക്ട് ചെയ്യത്തുള്ളൂ, അല്ലാത്തപ്പോൾ ഇവൻ കോൺടാക്ട് ചെയ്യത്തൊന്നുമില്ല. പല ആൾക്കാർക്കും താല്പര്യമില്ലാതിട്ടും ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ കാണുന്നതൊന്നുമല്ല പലവരുടെയും റിയൽ ലൈഫ്. അത് ഇന്നലേക്ക് നാളെ അത് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു ദൈവമായിട്ട് അത് കൊണ്ട് കാണിക്കുമെന്ന്, അത് ഉറപ്പാണ്. പൈസ നീ ഇതിനെതിരെ എന്ത് വന്നാലും ഞാൻ തളരത്തില്ല. ഇതിനെതിരെ ഇപ്പൊ സോഷ്യൽ മീഡിയ വലിയ വിവാദം ഉണ്ടോ? അവള് കൊച്ചിനെ ഇട്ട് കൊടുത്തി. ഞാൻ ചോദിക്കട്ടെ, അവര് മാത്രം പറഞ്ഞാൽ മതിയല്ലോ, എനിക്ക് പറയണ്ടേ? എനിക്ക് പറയാനുണ്ടെന്നേ. പല കാര്യങ്ങളും ഇപ്പോഴും ഞാൻ മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതെന്തുകൊണ്ട് ചേച്ചി അങ്ങനെ മറച്ചു വെച്ച് സംസാരിക്കാം? ഇത്രയും എന്താ പറയാ, കേൾക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി ഓൾറെഡി കേട്ടു. അത് ഞാനായതുകൊണ്ട് എനിക്ക് മനസ്സിന്റെ ഒരു സാക്ഷിയുണ്ട്, മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം. അതുകൊണ്ട് അത് ഇദ്ദേഹത്തോടുള്ള ഒരു ഒറ്റ ഇതുകൊണ്ട്. അല്ലെങ്കിൽ ഇദ്ദേഹം ജനിപ്പിച്ച രണ്ടാമതൊരു മകനുണ്ട്, ആരും അന്വേഷിക്കത്ത, അല്ലെങ്കിൽ ആരും പേര് പറയാത്തൊരു മകനുണ്ട് ഇയാള് ജനിപ്പിച്ചത്. അങ്ങനെ തന്നെ പറയാം. ആ കൊച്ചിന് വേണ്ടിയിട്ടായിരിക്കും ഞാനിപ്പോ ചിത്ര പറഞ്ഞ പോലെ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത്. ആ കുഞ്ഞിന് ഒരു ഭാവിയുള്ളതാ, അത് വളർന്നു വരേണ്ടതാ. അതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളും ഞാൻ മറച്ചു വെക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് നാളെ ഋതുപ്പൻ വളർന്നു വരുന്ന ആ ഒരു ടൈമില് സോഷ്യൽ മീഡിയ കാണുമ്പോ അതിന് ചേച്ചി എന്തെങ്കിലും പേടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പേടിയില്ല ചിത്ര. എനിക്ക് പറയാനുള്ള വാക്കുകൾ എന്നെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കുഞ്ഞ് ഇത്രയും ഉണ്ടെങ്കിലും അവൻ എന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് എന്നെക്കാൾ അറിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഞാൻ ഈ എന്റെ മുടി ഇത് വിൽക്കാണ് ചിത്രകരയിൽ. കീമോ തുടങ്ങിയാൽ നമ്മുടെ കൺവീനി പോകും, നമ്മുടെ മുടി മുഴുവൻ പോകും, മുടി എല്ലാം പൊഴിഞ്ഞു പോകും. ഇത് വിഗ്ഗാണ്, വിഗ്ഗാണ്. എനിക്കിത് ഇങ്ങനെ കാണിക്കുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. ചേച്ചി അത് ഇട്ടു. അപ്പൊ ഇത്രയും വിഷമിച്ചിരിക്കുമ്പോ ഈ കുഞ്ഞ് എന്നോട് വന്ന് പറയാം, അമ്മയുടെ മുടി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ മോനെ, അമ്മയുടെ മുടി ഇങ്ങനെ ഒരു അസുഖം വന്ന് അമ്മയ്ക്ക് ഉവാവ, അപ്പൊ അമ്മയുടെ മുടി ഡിസംബറിൽ വരും. അമ്മ ഇന്നും വന്ന് എന്നോട് ചോദിച്ചു, അമ്മയുടെ മുടി ഡിസംബറിൽ വരുമോ? നമ്മുടെ വരും മോനെ. ആ കുഞ്ഞിന് എന്നോട് സ്നേഹമുണ്ട്. ഏച്ച് വെച്ചാൽ മുഴച്ചിരിക്കത്തില്ലെന്ന് പറഞ്ഞ് പണ്ടുള്ളവരൊരു ചൊല്ല് പറഞ്ഞു. ഞാനേ ഈ കുഞ്ഞിനെ, ഈ 11 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോ ഞാൻ എങ്ങനെയാ നോക്കിയെന്ന് ഈ മനുഷ്യനറിയാം, എന്റെ വീട്ടുകാർക്കറിയാം, അയൽപക്കംകാർക്കറിയാം, എന്റെ ബന്ധുമിത്രാദികൾക്കറിയാം. എന്റെ ബന്ധുക്കള് വീട്ടിൽ വന്ന, എന്റെ ഏതെങ്കിലും ബന്ധുക്കൾ വീട്ടിൽ വന്ന എന്തെങ്കിലും ഫുഡ് ഐറ്റം വല്ലതും കൊണ്ടുവന്ന എന്റെ അമ്മ പറയും, അവന്റെ കൊടുക്കുക, അവനൊരു ഇത് വരരുത്, വിഷമം വരരുത്. അങ്ങനെയാണ് ഞങ്ങൾ അവനെ, ഞങ്ങളുടെ ബന്ധുക്കളുടെ മുന്നിൽ പോലും അവനെ ഞങ്ങൾ കൊണ്ടു നടന്നത്. അറിയോ? അതൊക്കെ മറന്നാണ് ഇപ്പൊ പെരുമാറുന്നത്. എനിക്കൊന്നും വേണ്ട. കിച്ചു രാഹുൽ സന്തോഷമായിട്ട് ബിസിനസ്സും ചെയ്ത് ബിഗ് ബോസിലും കയറുവാണെങ്കിൽ കയറട്ടെ, എന്തും ആയിക്കോട്ടെ, പൈസ ഉണ്ടെങ്കിൽ ജീവിക്കട്ടെ. എനിക്ക് 1 രൂപ തന്നിട്ടില്ല, എനിക്ക് വേണ്ട. ക്യാൻസർ ആയിട്ട് കിടക്കുമല്ലേ, ഒരു വിഷമമുള്ളവരുടെ വിഷമം തീർക്കാനാണോ വന്നത്? ഇവിടെ വന്നെന്ന് ഞാൻ അറിഞ്ഞു, എനിക്കറിയില്ല. ഞാൻ ആ ഐസിൽ കിടക്കുമോ, ഇവിടെ വന്നെന്ന് അറിഞ്ഞത്. എന്റെ പരിസരം നിരീക്ഷിക്കാനോ, ഞാൻ ഇനി എഴുന്നേക്കത്തില്ലെന്ന് അറിയാനോ, അതാണോ വന്നത്? വന്ന് അവൻ ആ വീട്ടിൽ എന്നിട്ട് അങ്ങ് പോവായിരുന്നു. ഇനി കാണേണ്ടവരെയൊക്കെ കാണാൻ പോവാന്നൊക്കെ ഒരു വീഡിയോ പറഞ്ഞ ഓർമ്മയുണ്ടോ കിച്ചു? എന്നിട്ട് അവൻ ആ വീട്ടിൽ മാത്രമേ പോയുള്ളൂ. വീട്ടിൽ പോയിട്ട് എന്താ പറയണ്ടേ, തിരിച്ചിഞ്ഞ് പോയിരുന്നു. അല്ലാതെ ഐസിയിലോട്ട് പോവുകയാണോ അല്ല മീൻസ് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണോ ഒന്നും ചെയ്തിട്ടില്ല. ആരെയൊന്ന് വിളിച്ച് നോക്കിയോട്ടെ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, അത് ഞാൻ കറക്റ്റായിട്ട് അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഒരു കാര്യം പറയാം, സോഷ്യൽ മീഡിയ ആണ് തട്ടുമൊത്തം ഈ പറയുന്ന കിച്ചുവിന് സപ്പോർട്ട് എന്നുള്ള രീതി തന്നെ വെച്ചിരിക്കുക. അതങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എന്തോ ഇപ്പോൾ റീനോസിതിയെ നെഗറ്റീവ് പറഞ്ഞുള്ള റീച്ച് എനിക്ക് വേണ്ട. എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. എന്നിട്ടൊരു വീഡിയോ ഇറക്കിയല്ലോ അമ്മയുടെ സബ്സ്ക്രിപ്ഷൻ. ആ സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഒരുപാട് പൈസ. ഞാൻ സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. അതും മേടിച്ചിട്ടല്ലേ എന്നെ ഈ കുറ്റം പറയുന്നത്, അല്ലേ? അതും മേടിച്ചിട്ടാണ് എന്നെ കുറ്റം പറയുന്നത്. അപ്പൊ ആരുടെ ഭാഗത്താ ന്യായം? എനിക്ക് അഹങ്കാരമാണെന്ന് പറയുന്നവരാണ് ഞാൻ ചോദിക്കുന്നത്, ആരുടെ ഭാഗത്താ ന്യായം? പൊന്നുപോലെ നോക്കിയതാ ഞാൻ, പൊന്നുപോലെ. എന്തെങ്കിലും ഒരു വളർത്തമ്മ ഒരു നെഗറ്റീവ് ഒന്ന് അടിക്കുവാണെങ്കിൽ പോകത്തില്ലേ, ഇറങ്ങി പോകത്തില്ലായിരുന്നോ? എന്റെ കൊല്ലത്തെ എന്റെ അച്ഛന്റെ വീട്ടുകാർ നോക്കുന്നുണ്ടെങ്കിൽ പോയിട്ടില്ലല്ലോ. എന്റെ കൂടെ തന്നെയല്ലേ 7 വർഷം ഒരുമിച്ച് ജീവിച്ചത്. അമ്മാൻ തന്നെയല്ലേ വിളിച്ചോണ്ടിരുന്നത്. എന്നിട്ട് ഈ 21 വയസ്സായപ്പോഴത്തേനും നമ്മ നെഗറ്റീവ് അടിച്ച് നമുക്കിട്ട് നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ വീട്ടുകാർക്ക് വൃത്തിയില്ല, നമ്മുടെ വീട്ടുകാർ അവനെ ഉപദ്രവിച്ചു, നമ്മുടെ വീട്ടുകാർ ഈ മനുഷ്യനെ, എന്റെ ഭർത്താവിനെ ദ്രോഹിച്ചു. ഞങ്ങൾ ഉണ്ടായിരുന്നോണ്ട് ഇദ്ദേഹം 7 വർഷം ഞങ്ങളോട് സന്തോഷമായിട്ട് ജീവിച്ചെന്ന് പറയാം. പിന്നെ ഞാൻ കേട്ടു, ഞാൻ കാരണം എന്തോ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല 7 വർഷമായിട്ട്. അങ്ങനെയാണെങ്കിൽ തലേന്ന് മരണസമയത്ത് മരിക്കാൻ പോയ മനുഷ്യനെതിരെ ഓടി എന്നെ കാണാനോ എന്റെ വാവുട്ടെ എന്ന് പറഞ്ഞ് ഓടി വന്നത്. അവിടെ ഞാൻ സ്വസ്ഥത കൊടുക്കത്തില്ലെങ്കിൽ അയാൾ ഷൂട്ടിന് പോയി അവിടെ നിൽക്കാമല്ലോ. എത്രയോ ദിവസം ഹോട്ടൽ റൂമുകളിൽ നിൽക്കാം, ഒരു ദിവസം പുള്ളി നിൽക്കത്തില്ല ഷൂട്ടില്ലെങ്കിൽ. പുള്ളി ഓടി വരും എന്നെ കാണാൻ, അല്ലെ എന്റെ മക്കളെ കാണാൻ. ഞാൻ സമാധാനം കൊടുക്കാത്തൊരു ഭർത്താവാണെങ്കിൽ പണ്ടേക്ക് വേണ്ട ഇയാൾ എന്നെ ഉപേക്ഷിച്ച് പോകത്തില്ലായിരുന്നു. ഞാൻ അറിഞ്ഞതാ, ഞാൻ കാരണം ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത്. ഞാൻ കാരണമല്ല ശ്രമിക്കുന്നത്, അല്ലെ ഞാൻ കാരണമല്ല ഇദ്ദേഹം വേദനിച്ചത്.
ഇദ്ദേഹത്തിന്റെ ഫോൺ ഇപ്പോഴും എന്റെ കയ്യിലുണ്ടല്ലോ. ഒന്ന് നന്നായി കഴിഞ്ഞാൽ അതിനകത്തെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ എന്റെ ഇപ്പോഴും കിട്ടുമല്ലോ. വേണ്ട, എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് അയച്ച പല വോയിസുകൾ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഇവർ ഈ ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കാതെ പല വ്ളോഗേഴ്സിന് ഇതൊക്കെ കൊടുക്കാമല്ലോ. ഇദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും എന്തിനാ മരിച്ചുപോയ ആ മനുഷ്യനെ വെറുതെ വീണ്ടും ഇതാക്കുന്നത് നമ്മൾ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. എനിക്കിതൊന്നും അറിയാനിട്ടല്ല. ഈ കൊല്ലത്തെ വീട്ടുകാരായിട്ടുള്ള യഥാർത്ഥ പ്രശ്നം ശരിക്കും എന്താ? ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് 2-3 വട്ടം വരികയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് എനിക്കന്ന് കാര്യങ്ങളൊന്നുമില്ല, പൈസ കാര്യങ്ങളില്ലാത്തപ്പം ഞാൻ ചോദിക്കുമ്പോൾ ഈ പുള്ളിയുടെ ചേട്ടന്റെ വൈഫ് ഇപ്പം ഓൺലൈൻ പറഞ്ഞ വല്യമ്മ എന്ന് പറയുന്ന ആളും വല്യച്ഛൻ ഇവരെനിക്ക് 500 രൂപയുള്ള കാര്യങ്ങൾ 500 രൂപ കൊച്ചിന് ബിസ്ക്കറ്റ് മേടിക്കാനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇല്ലെന്നല്ല, തന്നിട്ട് നിന്ന പറയുന്നതല്ല, തന്നിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയും, തന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ആൽബങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം പിന്നെ ഞാൻ ചോദിച്ചിട്ടുമില്ല, തന്നിട്ടുമില്ല. അതിന് എതിർപ്പുണ്ടായിരുന്നു അവർക്ക്? അതിന് ആദ്യമൊക്കെ ഇല്ല, എന്നോട് നേരിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ലോകം മുഴുവനും ക്യാൻസർ ആകും. എത്രയോ പേരെ വിളിച്ചു ചോദിച്ചു ക്യാൻസർ ആണോ ഒരു മനുഷ്യരെ വിളിച്ചു ചോദിച്ചില്ല. മെയിൻ സ്ട്രീം വണ്ടിയിൽ കൊടുത്ത ഇന്റർവ്യൂവിന്റെ അന്ന് വൈകിട്ട് വിളിച്ചു ചോദിച്ചു രേണു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനന്ന് ഗുളിക കഴിച്ചോണ്ടിരിക്കുക. ചേച്ചി എടുത്തത്, ഫോൺ എടുത്തത്. ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എത്രയോ ലോകത്തുള്ള നാനാവിധത്തിലുള്ള ആളുകൾ വിളിച്ചു ചോദിച്ചു സത്യമാകല്ലേ രേണു, സത്യമാണോ എന്ന് വിളിച്ചു ചോദിച്ചു. ബ്ലോഗേഴ്സ് ഇട്ടപ്പോ തന്നെ അതുപോലെ ഇവരെ കൊണ്ട് പറ്റിയില്ലല്ലോ. ഇവര് വന്ന് ഇവിടെ എന്റെ പരിസരം നിരീക്ഷിക്കണം, ഞാൻ ഇനി എഴുന്നേക്കത്തില്ലെന്നറിയാൻ. അങ്ങനെ തന്നെ പറയാം. കാരണം എന്നെ വേണ്ടാത്തവരെ ഇനി എനിക്ക് വേണ്ട. ഞാനതിന്റെ പേരിൽ ഇനി അഹങ്കാരി ആയിക്കോട്ടെ. അവൾ ക്യാൻസർ വന്ന് അവൾക്ക് ഓക്കെ. എന്തായാലും പരമാവധി ഒരു കാര്യം ഞാൻ പറയാം, ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുക. ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ റീച്ചിന് വേണ്ടിയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നൊക്കെ ഓരോ ആൾക്കാർ സംസാരം തുടങ്ങിയിട്ടുണ്ട്. പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെയും ഉള്ള പ്രഷർ ആവാത്തേ ഉള്ളൂ. ഓക്കെ, ഇത് കണ്ടപ്പോൾ എനിക്കും ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോകണം എന്ന് തോന്നി മാത്രം സംസാരിക്കുന്നേ ഉള്ളൂ. കാര്യങ്ങൾ പറയാനാണെങ്കിലും തെളിവുകൾ നിരത്താനാണെങ്കിലും എല്ലാവർക്കും ഒരുപാടുണ്ട്. എന്തിനാ വെറുതെ അതൊക്കെ? ഈ ഒരു വിഷയത്തിൽ ഇനി കിച്ചുവിൻ്റെ വല്ലം വന്നാലും രേണുവിൻ്റെ വന്നാലും ഞാൻ തൊടുവില്ല. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ്. കാരണം അതായിരിക്കും നല്ലത്. ഒരാളെങ്കിൽ ഒരാൾ പറയാമായിരുന്നു അത്രയും നല്ലത്. ബാക്കിയുള്ളവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഗൈസ്.